യുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്തുമകലയുമായി ശ്രദ്ധിക്കുന്ന കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സമീപം വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ, വാഹനങ്ങളിൽ സഞ്ചാരികളായി വന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനമുള്ള എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും സഹോദരീ സഹോദരന്മാർക്കും ലോകത്തിൻ്റെ രക്ഷകനാകുന്ന യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനമായ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൻ്റെ കേരളക്കരയിലെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷൻ, അവിടെ സുവിശേഷീകരണത്തിനായി പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിസം ടീമിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊത്ത് ഞങ്ങൾക്കും ആഘോഷത്തിൽ പങ്കെടുക്കുവാനും, ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അതിലെല്ലാം ഉപരിയായി നാമൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം, വൈദേശികരുടെ കയ്യിൽ നിന്ന് നാം നേടിയെടുത്ത പോരാട്ടങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം, അതിൻ്റെ വിലയെക്കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനും, മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി കൂടെയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അത് ഇന്ന് വരെ ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യർ അനുഭവിച്ച യേശുക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം എന്താണെന്ന് നിങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീമിലെ ചില പ്രിയപ്പെട്ടവർ മുന്നോട്ട് വന്ന് ചില പാട്ടുകൾ പാടും. നമ്മുടെ ഭാരതത്തെ, അതിൻ്റെ ദേശഭക്തിയൊക്കെ കുറിക്കുന്ന ഒരു പാട്ട് ഞങ്ങളിപ്പോൾ പാടാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാരതം യേശുവിനെ അറിഞ്ഞിടട്ടെ. ഈ പാട്ട് ഇപ്പോൾ ഞങ്ങളുടെ ടീമിലുള്ള പ്രിയ കെസിയ ജോൺസ് മുന്നോട്ട് വന്ന് പാടുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക.
താൽക്കാലികമായ ഒരു ജീവിതമാണ്. ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്കറിയാം എത്രയോ മഹാരഥന്മാർ ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു ലോകമാണ്. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുമെന്നൊക്കെ ആശിച്ച് എത്രയൊക്കെ പ്രയത്നങ്ങൾ ചെയ്തു, പക്ഷേ എല്ലാവരും മാറിപ്പോയി, എല്ലാവരും മറഞ്ഞുപോയി. എന്നാൽ നിത്യമായി നിലനിൽക്കുന്ന ഒന്ന് മാത്രം, അത് ദൈവസന്നിധിയിലുള്ള വിശ്വാസമാണ്, ദൈവിക പ്രത്യാശയാണ്. ഈ അർത്ഥം വരുന്ന ഒരു പാട്ട് ഇപ്പോൾ ജിനു ഐസക് പാടും. മായാമി ലോകം ഇത് മാറും നിഴൽ പോലെ, മാറും മണ്ണായി വേഗം നിൻ ജീവൻ പോയിടും, ആനന്ദത്താൽ ജീവിതം മനോഹരമാക്കാം. ഈ പാട്ട് നമുക്ക് ശ്രമിക്കാം. ജിനു ഐസക് ഇപ്പോൾ പാടും.
ആളുകൾ കളിയാക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തവരുടെ ലക്ഷണമാണെന്ന് പറയുന്ന ഒരുപാട് മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ട്. അവരങ്ങനെ സ്വയം ചിന്തിക്കുന്നു. ദൈവത്തെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ അത് കഴിവില്ലാത്തവരുടെ, പ്രയത്നിക്കാൻ പറ്റാത്തവരുടെ ഒരു കാര്യമാണ്. പക്ഷേ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു വലിയ വിശ്വാസമുണ്ട്. ഞങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ ഓടി വരുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ദൈവശാസ്ത്രപരമായി ഒത്തിരി ഉത്തരങ്ങൾ പറയാനുണ്ടെങ്കിലും ദൈവമക്കളോട് ചോദിച്ചാൽ അവരൊരു കാര്യം പറയും: ഞാൻ എൻ്റെ വിഷമഘട്ടങ്ങളിൽ, എൻ്റെ പ്രശ്നങ്ങളിൽ കർത്താവേ എന്നെ സഹായിക്കണമേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ അടുക്കലേക്ക് വന്ന ഒരു ദൈവം. അതാണ് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യം. ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ ഈ സാക്ഷ്യം അതാ. അർത്ഥം വരുന്നൊരു പാട്ട്, ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, അർത്ഥം വരുന്നൊരു പാട്ട് ഞങ്ങളുടെ പ്രിയ സിസ്റ്റർ ആൻസി ഇപ്പോൾ മുന്നോട്ട് വന്ന് പാടുന്നതായി.
മഹാപ്രപഞ്ചത്തെ ഇതിനകത്തുള്ള സകലത്തെയും നിർമ്മിച്ച ദൈവം എത്ര ഉന്നതനാണ്, അവിടുന്ന് എത്ര അത്യുന്നതനാണ്. ആ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തെ വാഴ്ത്തുന്ന ഒരു പാട്ട് പ്രിയ സഹോദരൻ ബിനോയ് ഇപ്പോൾ പാടും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ.
ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ആസക്തികൾക്കും എതിരായുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷൻ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യദിന സന്ദേശയാത്രയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷന്റെ ആദരണീയനായിരിക്കുന്ന പ്രൊസ്പിറ്റർ റവറൻ കെന്നഡി പോൾ അവറുകളാണ്. അദ്ദേഹത്തെ ആ കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ഈ ശബ്ദപരിധിക്കകത്ത് നിൽക്കുന്ന മാന്യരായ എല്ലാവർക്കും നമസ്കാരം. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമ്മുടെ മാതൃരാജ്യമായ ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ ആ നല്ല അനുഭവത്തിലേക്ക് വന്നു. 79 വർഷമായി 79 വർഷമായിരിക്കുന്നു നാം ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചത്. ഈ പ്രത്യേക ദിവസത്തിൽ ഇങ്ങനെ ഒരു യോഗം ഇവിടെ നടത്തുവാൻ മനസ്സ് കാണിച്ച അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷനിലെ ഇവാഞ്ചലിസം ടീം അംഗങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളെ ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കാനായി വന്നിരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷനിലെ വിവിധ സഭകളിലെ പ്രിയപ്പെട്ടവരായ നിങ്ങളെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് നമ്മുടെ മധ്യയിൽ ഒരു നല്ല സന്ദേശം നൽകുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിലെ യൂത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും അപ്പോൾ തന്നെ ഇന്ത്യയുടെ തെക്കുള്ള 5 സംസ്ഥാനങ്ങളുടെ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പുത്രികാ സംഘടനകളിലും നല്ല നേതൃത്വം നൽകുന്ന, നല്ല സംഘാടകനായിരിക്കുന്ന, നല്ല പ്രഭാഷകനായിരിക്കുന്ന പാസ്റ്റർ റോയ്സൺ ജോണിയാണ്. അദ്ദേഹത്തെ ഞാൻ വന്ദനം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഇവിടെ കൂടി വരാനുള്ള ഏക കാരണം ഇന്ന് ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് നാം ഇവിടെ നിൽക്കുമ്പോൾ ദീർഘനാളത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും അവരുടെ ചൂഷണത്തിൽ നിന്നും അവരുടെ അടിമത്വത്തിൽ നിന്നും നാം രക്ഷ പ്രാപിച്ചതിൻ്റെ അല്ലെങ്കിൽ ഒരു വിടുതൽ പ്രാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ്. നാം അനുഭവിക്കുന്ന ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി രണാങ്കണത്തിൽ രക്തസാക്ഷികളായി തീർന്ന, ജീവിക്കുന്ന രക്തസാക്ഷികളായി ജീവിച്ചിരുന്ന് മൺമറഞ്ഞു പോയ ശ്രേഷ്ഠന്മാരായ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ സ്മരിക്കുവാനാണ്. അവരുടെ ത്യാഗം, അവരുടെ ജീവിതം നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരെ ഓർത്ത് അഭിമാനിക്കുന്നു. നാം ഒരു ഭാരതീയനാണ് എന്ന കാര്യത്തിൽ അഭിമാനിക്കണം, സന്തോഷിക്കണം. ഭാരതം നമ്മുടെ ഹൃദയത്തിനകത്തായിരിക്കണം. ഭാരതത്തെക്കുറിച്ച് പറയുമ്പോഴേ ഈ വിശുദ്ധ ബൈബിളിൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പേരുണ്ട്. ഈ പുസ്തകത്തിൽ ഹിന്ദു ദേശം എന്ന ഒരു പദം നമ്മുടെ രാജ്യം അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ടൊരു ഭാരതീയൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിൽ, സത്യവേദ പുസ്തകത്തിൽ ഈ രാജ്യത്തിൻ്റെ പേര് എഴുതച്ചേർക്കപ്പെട്ടതിൽ. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സമൂഹം, ഒരു ക്രിസ്ത്യാനി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ക്രിസ്തീയ സമൂഹം വളരെ വലിയ പ്രാധാന്യത വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഈ നവഭാരത കെട്ടിപ്പടുക്കുന്നതിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ പങ്ക്, സംഭാവന അതുല്യമാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും നമ്മുടെ സമൂഹം
ചെയ്ത സേവനങ്ങൾ ശ്രേഷ്ഠമാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടേത്. നമുക്ക് സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കഴിഞ്ഞു. നമ്മൾ അഭിമാനത്തോട് പറയുന്നു നമ്മൾ സ്വതന്ത്രരാണ്. പക്ഷേ നമ്മൾ സ്വതന്ത്രർ തന്നെയാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അഭിമാനിക്കുന്നു, അതിൽ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഈ 79ാമത്തെ വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഉത്കണ്ഠപ്പെടേണ്ടതായ ചില കാര്യങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. ഒരു കാലത്തും ഇല്ലാത്ത വണ്ണം ഈ ക്രിസ്തീയ സമൂഹം ഈ രാജ്യത്തിൽ വേട്ടയാടപ്പെടുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എത്ര വേട്ടയാടലുകൾ ഉണ്ടായാലും, എത്ര ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായാലും, ഈ രാജ്യത്ത് ജനിച്ച, ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായി ജീവിക്കുന്നതിലും, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും ഉന്നമനത്തിനും വേണ്ടി അത്യുത്ഥാനം ചെയ്യുന്നതിലും നമ്മൾ അഭിമാനിക്കണം എന്ന് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ലഭ്യമായിരിക്കുന്ന സമയവും ഉത്തരവാദിത്വവും, ആമീൻ, ഉത്തരവാദിത്വം വലുതും സമയം ഒരല്പം ഞാൻ തന്നെ കുറച്ച് വച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യ വാർഷിക ദിനത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യപ്രകാരം ക്രിസ്തുവിനെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടും സന്തോഷത്തിൽ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടും കൂടെ വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ യോഗത്തെ യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്ന കാര്യം ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. തുടർന്ന് നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവകൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളിലൂടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതിന് വിശേഷാൽ ഇവാഞ്ചലിസം കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി അല്പസമയം ഞങ്ങളുടെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളോട് വിശദീകരിക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായി എങ്കിലും പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നു. നമുക്കിന്ന് ഇല്ലാത്ത സ്വാതന്ത്ര്യം എന്താണ്? ശരിയായ സ്വാതന്ത്ര്യം എങ്ങനെ ലഭിക്കും? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം എന്താണ്? ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് നിങ്ങൾ എന്താണ് ചിലവാക്കേണ്ടത്? ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കി നിങ്ങളോട് സംസാരിക്കുന്നതിന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ റോയ്സൺ ജോണി, അസംബ്ലീസ് ഓഫ് ഗോഡിലെ അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ, പ്രഭാഷകൻ, യുവജന വിഭാഗത്തിൻ്റെ നേതാവായി പ്രവർത്തിക്കുന്നയാൾ, അങ്ങനെ എല്ലാ നിലയിലും കർത്താവിന് വേണ്ടി മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, എൻ്റെ സ്നേഹിതനുമായ കർത്താവിൻ്റെ ദാസൻ റോയ്സൺ ജോണി അവരുകളെ സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ നിങ്ങളോട് സംസാരിക്കും. ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷന് അനുഗ്രഹീതമായ നിലയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സെക്ഷൻ്റെ പ്രസ്പിറ്ററും എനിക്ക് ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള പാസ്റ്റർ കെന്നഡി പോൾ അവറുകൾ, അദ്ദേഹമാണല്ലോ ഇന്ന് വൈകിട്ടത്തെ ഈ സന്ദേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ചത്. ഇന്നത്തെ ഈ സ്വാതന്ത്ര്യദിന സന്ദേശ പ്രോഗ്രാമിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ക്രിസ്തുവിൽ എനിക്ക് പ്രിയങ്കരനും എൻ്റെ സ്നേഹിതനുമായ പാസ്റ്റർ ദിനേശ് പി അവറുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനമായ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കരുനാഗപ്പള്ളി മേഖലയുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ബഹുമാന്യരായ പാസ്റ്റർമാർ, അവരുടെ കുടുംബാംഗങ്ങൾ, ഈ സെക്ഷനിലെ കരുനാഗപ്പള്ളി മേഖലയിലെ നിരവധി ദൈവസഭകളിലെ വിശ്വാസികൾ, സഭാംഗങ്ങളായി ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കരുനാഗപ്പള്ളി പട്ടണത്തിൽ ഇതുവഴി യാത്ര പോകുന്നവരിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളിലായിരുന്നു ഞങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ ഞങ്ങളുടെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സന്ധ്യാസമയം അറിയിക്കുന്നു. സ്നേഹിതരെ, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ചെങ്കോട്ട മുതൽ കേരള തലസ്ഥാനമായ അനന്തപുരി വരെ സർവമാന ഗവൺമെൻറ് ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും
സ്കൂളുകളിലും വഴിവക്കിലും എന്ന് വേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലുമെല്ലാം നമ്മുടെ അഭിമാനമായ, നമുക്ക് വൈകാരികമായി നമുക്ക് ഊർജ്ജസ്വലത പകർന്നു തരുന്ന ത്രിവർണ്ണ പതാക ഉയർന്ന ദിവസമാണ്. ത്രിവർണ്ണ പതാക ഉയർത്തപ്പെട്ട ദിവസമാണ്. ലക്ഷക്കണക്കിന് ഖണ്ഡങ്ങളിൽ നിന്ന് സാരേ ജഹാം സേ അച്ഛ, ജനഗണമന അതിനായക, വന്ദേ മാതരം തുടങ്ങിയ ദേശഭക്തി ഗാനങ്ങൾ ഖണ്ഡങ്ങളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും ഉരുവിടപ്പെട്ട ദിവസമാണ് ഓഗസ്റ്റ് 15 ഇന്നേ ദിവസം, ഈ വെള്ളിയാഴ്ച. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തമ്മിൽ കാണുമ്പോൾ ദേശഭക്തി നിമിത്തം ജയ് ഹിന്ദ് പറഞ്ഞ ദിവസമാണ് ഇന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ വാത്സല്യ സ്നേഹിതരെ, ശ്രോതാക്കളെ, 1947 ഭാരതം സ്വതന്ത്രമായി. അതുകൊണ്ടാണ് നാം ഈ 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. പിന്നിട്ട് 78 വർഷങ്ങൾ നമ്മുടെ രാജ്യം സ്വതന്ത്രമായി നമ്മൾ ഉറച്ച് പറയുന്നു, ഏറ്റുപറയുന്നു, നമ്മൾ തെരുവിൽ നിന്ന് വിളിച്ചു പറയുന്നു ഈ രാജ്യം സ്വതന്ത്രമാണ്. പക്ഷേ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഈ രാജ്യം ഇന്ന് എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യമാണോ? പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക് എന്ന് ഇന്ത്യ മഹാരാജ്യത്തെ നമ്മുടെ ഭരണഘടന വിളിക്കുമ്പോഴും നമ്മുടെ രാജ്യം വാസ്തവത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എല്ലാ നിലയിലും അനുഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് സ്വയശോധന ചെയ്യേണ്ട സമയം കൂടെയാണ് ഈ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം. സ്വതന്ത്രം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ആധുനിക ഭാരതത്തിൽ നിരവധി മേഖലകളിലാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത്. ഏറ്റവും വലിയ അർബുദ വ്യാധി പോലെ നമ്മുടെ രാജ്യത്തെ കാർന്നു തിന്നുന്ന, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയാസമാണ് അഴിമതി, അല്ലെങ്കിൽ പൊതുമുതലിന്റെ ദുരുപയോഗം, അധികാരത്തിന്റെ ദുരുപയോഗം. ഇന്ത്യ സ്വതന്ത്രമായ കാലം മുതൽ ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് അഴിമതി നടക്കുന്നു. നമ്മുടെ രാജ്യം ഇന്നും അതിൽ നിന്ന് സ്വതന്ത്രമായിട്ടില്ല. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിലാകട്ടെ, മറ്റ് സംവിധാനങ്ങളിലാകട്ടെ, ന്യായമായ ഒരു കാര്യം നടക്കാൻ വേണ്ടി പോലും ഇന്നും കൈക്കൂലി വേണ്ടി വരുന്ന സാഹചര്യമാണ്. സാമ്പത്തികമായി നമ്മുടെ രാജ്യത്ത് ഇന്നും ഒരു അസ്വാതന്ത്ര്യമുണ്ട്, അടിമത്തമുണ്ട്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, തൊഴിലിന്റെ അഭാവമുണ്ട്, കടബാധ്യതയുണ്ട്. അത് നിമിത്തം നമ്മുടെ യുവതലമുറ രാജ്യം വിട്ട് യൂറോപ്പിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും മതജാതി വ്യത്യാസമെന്നെ, ദേശവ്യത്യാസമെന്നെ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം ഈ രാജ്യത്തെ സാമ്പത്തിക ഉച്ചനീചത്വമാണ്. ഇന്ന് നമ്മുടെ രാജ്യം യഥാർത്ഥ നിലയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. ഉള്ള സമ്പത്തിന്റെ നല്ലൊരു പങ്ക് ഒരു വിഭാഗം ആളുകളിൽ മാത്രം അത് ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. അവർ മാത്രം സമ്പന്നരായി തുടരുന്നു. സാമൂഹിക അനീതി നമ്മുടെ രാജ്യത്ത് ഇന്നും നടമാടുന്നുണ്ട്. ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് അസ്വാതന്ത്ര്യമുണ്ട്. അറിവിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കുറവ് നമ്മുടെ രാജ്യത്ത് ഇന്നുമുണ്ട്. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും സ്വാതന്ത്ര്യം നേടി 79 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. ഞാൻ അതിലേക്ക് വിസ്താര ഭയത്താൽ പ്രവേശിക്കുന്നില്ല. മറ്റൊരു സ്വാതന്ത്ര്യ പ്രശ്നമാണ് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അമിതമായ ഉപയോഗം. ഇത് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് വലിയ വിപത്താണ്. കുടുംബങ്ങളിലും സമൂഹത്തിലും ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം സൃഷ്ടിക്കുന്ന വിനാശം വളരെ വലുതാണ്. സ്വന്തം അമ്മയാരാണ്, സഹോദരി ആരാണ്, തൻ്റെ സുഹൃത്താരാണ് എന്ന് തിരിച്ചറിയാനാകാത്ത നിലയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട യുവതലമുറ അവർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ ഉത്തരവാദിത്തമില്ലാത്ത ഒരു തലമുറയെ നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. യുവത മുഴുവൻ നശിച്ചു പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രയാസമാണ് പരിസ്ഥിതിയോടുള്ള വെല്ലുവിളി. ശുദ്ധജലത്തിന്റെ കുറവ്, ശുദ്ധവായുവിന്റെ അഭാവം, പ്രകൃതി നശിപ്പിക്കപ്പെടുന്നു. തന്മൂലം നമ്മുടെ രാജ്യത്ത് അടുത്തൊരു തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് ഈ രാജ്യത്ത് പാർക്കുമ്പോൾ, ഈ ദേശത്ത് പാർക്കുമ്പോൾ, നമുക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളുകൾ ഈ പ്രകൃതി നമുക്ക് ദാനമായി തന്നതാണ്. അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ പ്രകൃതി. അവർ ഇതിനെ ശുദ്ധീകരിച്ചു, അവർ ഇതിനെ നന്നായി സൂക്ഷിച്ചു. അതുകൊണ്ടാണ് നമുക്കും നമ്മുടെ മക്കൾക്കും ഇവിടെ മനോഹരമായ പ്രകൃതി ലഭിച്ചത്, ശുദ്ധമായ വായു ലഭിച്ചത്, ശുദ്ധ ജലം ലഭിച്ചത്. എന്നാൽ
നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക് നമുക്ക് ശുദ്ധജലം കൊടുക്കാൻ കഴിയുമോ? ശുദ്ധവായു കൊടുക്കാൻ കഴിയുമോ? ഇല്ല. നമ്മുടെ പ്രകൃതി അതും ചൂഷണത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും ഇന്നത്തെ ഈ ആധുനിക ഭാരതം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്, അസമാധാനത്തിലൊന്ന്, അടിച്ചമർത്തലിലൊന്ന്, അത് മതത്തിന് നേരെയുള്ള സ്വാതന്ത്ര്യമാണ്, വിശ്വാസത്തിന് നേരെയുള്ള സ്വാതന്ത്ര്യമാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനോ, ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനോ, സ്വതന്ത്രമായി ആരാധിക്കാനോ എല്ലാം നമ്മുടെ രാജ്യത്തെ ഭരണഘടന നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഭരണഘടനയിൽ ഡോക്ടർ BR അംബേദ്കർ നമുക്ക് നൽകിയ ഉറപ്പാണ്. അത് നൽകി തന്നത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളല്ല, രാജ്യം ഭരിക്കുന്നവരല്ല. ഈ രാജ്യത്തെ ജനങ്ങൾ, അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾ കാലാകാലങ്ങളായി സമരം ചെയ്തു വാങ്ങിയ അവരുടെ അവകാശമാണ് ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാനും, മതം പ്രചരിപ്പിക്കാനും, മതത്തിനനുസരിച്ച് അവരുടെ ആരാധനകൾ നടത്താനും. പക്ഷേ ഇന്നും കേരളത്തിൽ ഉൾപ്പെടെ അനേക ഇടങ്ങളിൽ മതസ്വാതന്ത്ര്യം വെല്ലുവിളിക്കപ്പെടുന്നു. പലർക്കും തങ്ങളുടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനോ ആരാധിക്കാനോ കഴിയാത്ത സാഹചര്യമാണ് ഈ രാജ്യത്തിൽ ഇന്ന് നിലവിലുള്ളത്. ഈ പറയപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ ഇനിയും നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. വീണ്ടും ഒരു സമരമാർഗത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുക്കാം. സമരം ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രമാണ് നമുക്കുള്ളത്. എന്നാൽ സമരം ചെയ്ത് നേടിയെടുക്കാനാകാത്ത മറ്റൊരു വിലപ്പെട്ട സ്വാതന്ത്ര്യം നമ്മുടെ മുൻപിലുണ്ട്. അത് ഹൃദയത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്ന് കരുനാഗപ്പള്ളിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കളോട്, ഈ ദേശനിവാസികളോട് ഞങ്ങൾ സ്നേഹത്തോടെ ചോദിക്കട്ടെ, സഹോദരങ്ങളെ, നിങ്ങൾ വാസ്തവത്തിൽ സ്വതന്ത്രരാണോ? ഈ രാജ്യത്താണ് നാം പാർക്കുന്നത്. നമ്മൾ ഇന്ന് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഈ എന്റെ രാജ്യം സ്വതന്ത്രമാണ്, ഞാൻ സ്വതന്ത്ര ഇന്ത്യയിലാണ് ജനിച്ചത്, ഞാൻ ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു. എന്നാൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, രാജ്യം സ്വതന്ത്രമാണ്, സ്നേഹിത, നീ സ്വതന്ത്രനാണോ? ദേശസ്വാതന്ത്ര്യം വിലപ്പെട്ടതാണ്. അതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യമാണ് ഹൃദയത്തിന്റെ സ്വാതന്ത്ര്യം, മനസ്സിന്റെ സ്വാതന്ത്ര്യം എന്ന കാര്യം കൂടെ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ഇന്ന് പകൽ ഇവിടെ ആഘോഷിക്കപ്പെട്ട ഭാരത മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇത് ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കപ്പെട്ടതല്ല. ഇന്നീ കാണുന്ന വ്യക്തികളോ സംഘടനകളോ ഏതെങ്കിലും പാർട്ടികളോ പ്രസ്ഥാനങ്ങളോ അവരുടെ ദാനമല്ല നമ്മൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കണം. അതിന്റെ പിന്നിൽ ജീവൻ കൊടുത്ത, രക്തമൊഴുക്കിയ, പീഡകൾ സഹിച്ച ലക്ഷക്കണക്കിന് നേതാക്കന്മാരും സാധാരണക്കാരായ ജനങ്ങളും ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു. 1948 വാസ്കോഡിഗാമ എന്ന വ്യക്തി കോഴിക്കോടിനടുത്ത് കാപ്പാട് എന്ന കടൽ തീരത്ത് കപ്പലിറങ്ങുന്നത്. അന്ന് മുതലാണ് ഇന്ത്യ മഹാരാജ്യത്ത് യൂറോപ്യൻ ജനതയുടെ കടന്നുകയറ്റം ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് തുടർമാനമായ അധിനിവേശങ്ങൾ, ചെറുത്തുനിൽക്കലുകൾ, പോരാട്ടങ്ങൾ, വീണ്ടും അധിനിവേശങ്ങൾ, അടിമത്ത സംവിധാനങ്ങൾ പല നൂറ്റാണ്ടുകൾ നമ്മുടെ രാജ്യം സഹിച്ചു. 1600കളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെത്തി വ്യാപാരത്തിന്റെ പേരിൽ അവർ അധികാരം പിടിച്ചു. 1757 പ്ലാസി യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു, അധികാരത്തിലേക്ക് അവർ എത്തി. 100 വർഷങ്ങൾക്ക് ശേഷം 1857 ഇന്ത്യ മഹാരാജ്യത്ത് ഭാരതത്തിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നു. മംഗൾ പാണ്ഡെ, റാണി ലക്ഷ്മിഭായ്, ചാന്ദിയ തോപ്പെ തുടങ്ങിയ പല ആളുകൾ വീരമായ നിലയിൽ പോരാട്ടം നടത്തി. പക്ഷെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അവർ ജയിച്ചില്ലെങ്കിലും ഈ രാജ്യം നിങ്ങൾക്ക് അടിയറവ് പറയാനുള്ളതല്ല എന്ന് അവർ നമ്മോട് ഒരു വലിയ സന്ദേശം പങ്കുവച്ചു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉദയം ചെയ്യുന്നത്. ദേശസ്നേഹികളായ ബ്രിട്ടീഷ് അടിമത്തത്തിന് കീഴിൽ ഞങ്ങൾക്ക് ഇനി നാളുകൾ കഴിക്കാൻ വയ്യ എന്ന് ചിന്തിച്ച് നാനാജാതി മതസ്ഥരായ ആളുകൾ ദേശവ്യത്യാസം കൂടാതെ, ലിംഗവ്യത്യാസം കൂടാതെ ഒന്നിച്ചു ചേർന്ന് അതൊരു വലിയ പ്രസ്ഥാനമായി മാറി. 1919 പഞ്ചാബിലെ ജാലിയൻ വാല ബാഗിൽ വെച്ച് ബ്രിട്ടീഷുകാർ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ കൂട്ടക്കൊല ചെയ്തത്. അത് ഇന്ത്യ മഹാരാജ്യത്തെ ജനത്തിന്റെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു. ബ്രിട്ടീഷ് ക്രൂരതയുടെ പച്ചയായ പ്രതീകമായിരുന്നു. 1930 നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹം
ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ ദണ്ഡിയാത്ര നടത്തി നിയമലംഘനം വഴി ഈ രാഷ്ട്രത്തെ അധിനിവേശത്തെ അദ്ദേഹം എതിർത്തു. ഇതിന്റെ എല്ലാം ഫലമായി 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഇന്ത്യ വിടുക, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, സ്വതന്ത്രമായി ഇന്ത്യക്കാരെ ജീവിക്കാൻ അനുവദിക്കുക എന്ന ഒരു മുന്നേറ്റമുണ്ടായി, ഒരു വലിയ സമരമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് തുറങ്കിൽ അടയ്ക്കപ്പെട്ടു. ഇതിന്റെ എല്ലാം ഫലമാണ് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടിയത്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും അന്നത്തെ കാലത്ത് ഉയർന്നു നിന്നിരുന്ന ബ്രിട്ടീഷുകാരുടെ പതാകയായ യൂണിയൻ ജാക്ക് താഴ്ത്തപ്പെട്ടു. ആ സ്ഥാനത്ത് നമ്മുടെ വൈകാരികമായി നമുക്ക് രോമാഞ്ചമാകുന്ന, നമ്മുടെ അകത്തെ മനുഷ്യനെ ഉണർത്തുന്ന, നമ്മെ പുളകിതരാക്കുന്ന ആ ത്രിവർണ്ണ പതാക ഡൽഹിയിൽ ഉദയം ചെയ്തത്, ഉയർത്തപ്പെട്ടത് ഓഗസ്റ്റ് മാസം 15 ആയിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാണ്. നമ്മുടെ രാജ്യത്തിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വില കൊടുത്ത ലക്ഷക്കണക്കിന് സാധാരണക്കാരും സമരഭടന്മാരും ദേശാഭിമാനികളുമായ ആളുകളുണ്ട്. ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു തുടങ്ങിയ നിരവധി ആളുകൾ വെടിവെപ്പിൽ മരണപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ ആളുകൾ തങ്ങളുടെ ജീവൻ പണയം വെച്ചു. നേതാജിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇന്നും നമുക്ക് അറിയില്ല. മഹാത്മാഗാന്ധി വർഷങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഒരുപാട് പീഡനങ്ങൾ താൻ സഹിക്കേണ്ടി വന്നു. ഇവരെ കൂടാതെ ധാരാളം ആളുകൾ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിന് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള സമരഭടന്മാർ തങ്ങളുടെ വീടും തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ കുടുംബങ്ങളുമെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നഷ്ടപ്പെടുത്തി. അങ്ങനെ വില കൊടുത്ത് കിട്ടിയതാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം. അങ്ങനെ ചോര കൊടുത്ത് വാങ്ങിയതാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം. അങ്ങനെ സമരം ചെയ്ത് വാങ്ങിയതാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം. അങ്ങനെ സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, എന്റെ മാന്യ മിത്രങ്ങളെ, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കട്ടെ. ഈ രാജ്യം സ്വതന്ത്രമാണ്, പക്ഷെ നിങ്ങൾ വാസ്തവത്തിൽ സ്വതന്ത്രരാണോ? എല്ലാവരും പറയുന്നു ഞങ്ങൾ സ്വതന്ത്രരാണ്, പക്ഷെ നമുക്ക് ആർക്കും തീർക്കാൻ കഴിയാത്ത, ഇന്ന് വിമോചനം നേടാൻ കഴിയാത്ത മറ്റൊരു ദുസ്വാതന്ത്ര്യം, മറ്റൊരു പാരതന്ത്ര്യം നമ്മെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അത് പാപത്തിന്റെ ബന്ധനമാണ്, പാപത്തിന്റെ അടിമത്തമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ധീര ദേശാഭിമാനികൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു. എന്നാൽ പാപത്തിൽ നിന്ന് ജനതയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ യേശു കർത്താവ് തന്റെ ജീവൻ പകരമായി കൊടുത്തു, ബലിയായി കൊടുത്തു. ഇന്നത്തെ നമ്മുടെ ഭാരതത്തിലേക്ക് നമുക്ക് നോക്കാം. 79 വർഷമായി നമ്മുടെ രാജ്യം സ്വതന്ത്രമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും അഴിമതിയുണ്ട്, അടിമത്തങ്ങളുണ്ട്. മദ്യവും മയക്കുമരുന്നും നമ്മുടെ യുവതലമുറയുടെ ഭാവിയെ കവർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും 2, 3, 4 വാർത്തകൾ നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ കാണാം. 18, 20, 14, 15 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, യുവത, നാളെ നമ്മുടെ വീടിന്റെ ഭാവിയായി മാറേണ്ടവർ, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയായി മാറേണ്ടവർ, രാഷ്ട്രതന്ത്രജ്ഞരായി മാറി ഈ രാജ്യത്തെ ഭരിക്കേണ്ടവർ, ഉദ്യോഗസ്ഥന്മാരായി മാറി ഈ രാജ്യത്തിന്റെ യശസ് ഉയർത്തേണ്ടവർ, വീടിന്റെ കണ്ണുനീർ മാറ്റേണ്ടവർ, പട്ടിണിക്കോലകളായ അപ്പനും അമ്മയ്ക്കും ആശ്വാസമായി മാറേണ്ട എത്രയോ കുഞ്ഞുങ്ങളാണ് ലഹരിക്ക് അടിമപ്പെട്ട് ലഹരിയുടെ കാരിയർമാരായി തങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം ഇന്നും ലഹരിക്ക്, മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി, ചെറുദ്യോഗസ്ഥന്മാർ മുതൽ വലിയ നേതാക്കന്മാർ വരെ നമ്മുടെ രാജ്യം അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്നു. സ്ത്രീത്വത്തിനെതിരെയുള്ള അപമാനം മുൻകാലങ്ങളെക്കാൾ കൂടിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീ പീഡനം എന്തെല്ലാം നിലകളിലാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, സഹോദരിമാർ അവർ അടിമത്തം അനുഭവിക്കുന്നത്. സ്വതന്ത്രമായി ഒന്ന് യാത്ര ചെയ്യാനോ, ബസ്സിൽ യാത്ര ചെയ്യാനോ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനോ പോലും ഭയപ്പെടുന്നു നമ്മുടെ നാട്ടിലെ പെൺകുഞ്ഞുങ്ങൾ, പ്രായമുള്ള മാതാക്കൾ വരെ. അവരുടെ മാനത്തിന് വില പറയുന്നവരായി മാറി ഈ രാജ്യത്തെ ഒരു കൂട്ടം ആളുകൾ. സഹോദരിമാർ സ്വതന്ത്രരല്ല. ദാരിദ്ര്യവും അനീതിയും, കുറെ ആളുകൾ ആഡംബരത്തിൽ ജീവിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ ഇന്നും പട്ടിണിയിൽ ജീവിക്കുന്നു. മതവിദ്വേഷം, മതവിഭജനം നിമിത്തം നമ്മുടെ സമൂഹത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, കരുനാഗപ്പള്ളിയിലെ പ്രബുദ്ധരായ നാട്ടുകാരെ, സ്വാതന്ത്ര്യം നമ്മൾ പേരിൽ മാത്രം പറയേണ്ടതല്ല, പ്രഘോഷിക്കപ്പെടേണ്ടതല്ല. അത് ഓഗസ്റ്റ് 15 മാത്രം തെരുവോരങ്ങളിൽ നിന്ന് പ്രസ്താവിക്കപ്പെടേണ്ടതല്ല. അത് ആണ്ടിലൊരിക്കൽ ഒരു പതാക ഉയർത്തി തെളിയിക്കേണ്ടതല്ല. അത് ഓരോ വ്യക്തിയും, സ്വതന്ത്ര ഭാരതത്തിലെ ഓരോ വ്യക്തിയും അനുഭവേദ്യമാക്കേണ്ടതാണ് ഈ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം എങ്ങനെ നമുക്ക് അനുഭവേദ്യമാക്കാൻ കഴിയും? വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു:
പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ഇത് സമരങ്ങളോട് ലഭിക്കുന്ന സ്വാതന്ത്ര്യമല്ല, ഇത് പിടിച്ചു വാങ്ങിയ സ്വാതന്ത്ര്യമല്ല, ഇത് കർത്താവ് നൽകിയ ദാനമാണ്. യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലിയിലൂടെ ലഭിക്കുന്ന ദൈവിക ദാനമാണ് ഈ സ്വാതന്ത്ര്യം. മനോഹരമായി പാടുന്ന ഒരു പക്ഷി, നല്ലൊരു പക്ഷി, നല്ല വർണ്ണച്ചിറകുള്ള പക്ഷി, അതിനെ ഒരാൾ വാങ്ങിക്കൊണ്ടുപോയി ഒരു കൂട്ടിനകത്ത് ഇട്ടു. സ്വർണ്ണ കൂട്ടിനകത്തിട്ട് ആ പക്ഷിയെ വളർത്തി. അതിന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമെല്ലാം ആവശ്യമുള്ള ആഹാരം കൊടുത്തു. പക്ഷേ ആ കൂട്ടിനകത്ത് കിടക്കുന്ന സ്വർണ്ണക്കൂട്ടിൽ കിടക്കുന്ന പക്ഷിക്ക് ഒരിക്കലും സ്വതന്ത്രമായി ഒന്ന് പറക്കാൻ കഴിഞ്ഞില്ല. കാരണം തനിക്ക് ചുറ്റും ഒത്തിരി സ്വാതന്ത്ര്യത്തിന് മറകൾ ഉണ്ടായിരുന്നു, വേലിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. മഹാകവി വള്ളത്തോൾ ഇങ്ങനെ പാടി: ബന്ധുര കാഞ്ചന കൂട്ടിലാണ് ആണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. എത്ര വലിയ വീട്ടിൽ നാം താമസിച്ചാലും, എത്ര വലിയ വാഹനങ്ങൾ യാത്ര ചെയ്താലും, എത്ര നല്ല ആഹാരം കഴിച്ചാലും, എത്ര വിലയുള്ള വസ്ത്രം ധരിച്ചാലും, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ പാപത്തിന്, ദുസ്വഭാവങ്ങൾക്ക്, മയക്കുമരുന്നിന്, മദ്യത്തിന്, കുടുംബ തകർച്ചയ്ക്ക്, അസമാധാനത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ വീടോ വലിയ വണ്ടിയോ സമ്പത്തോ ഒന്നും നമുക്ക് പ്രയോജനമായി മാറുന്നില്ല. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ വില കൊടുത്തത് കർത്താവായ യേശുവാണ്. ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് അനേക ആളുകൾ വില കൊടുത്തു. അവരുടെ ജീവന്റെ വിലയാണ് രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിന് വില കൊടുത്തത് ഒരേ ഒരാൾ മാത്രമാണ്. അത് ലോകരക്ഷിതാവായ യേശുവാണ്. ആ യേശുവിനെയാണ് ഞങ്ങൾ ഇന്ന് സന്ധ്യാസമയം ഈ തെരുവിൽ നിന്ന് ഉയർത്തുന്നത്. മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി, രോഗത്തിന് ശമനം വരുത്താൻ, മനുഷ്യനെ ദുസ്വഭാവങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ, അവന്റെ അടിമത്തം മാറ്റാൻ, മദ്യത്തിനും മയക്കുമരുന്നിനും പിടിയിൽപ്പെട്ട അനേക ആയിരങ്ങൾക്ക് വിടുതൽ കൊടുക്കാൻ തന്റെ ജീവൻ കൊടുത്ത ഒരേ ഒരു രക്ഷിതാവേ ഉള്ളൂ, ഒരേ ഒരു സമ്പ്രദായകനേ ഉള്ളൂ. സ്നേഹം കൊണ്ട് ലോകത്തെ ജയിച്ച ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ, ഞങ്ങളുടെ പ്രാണപ്രിയനായ യേശു മശിഹായാണ്. ആ യേശുവിനെ ഇന്ന് സന്ധ്യയെങ്കിൽ ഇവിടെ ഉയർത്തുന്ന ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. പത്രോസിന്റെ ലേഖനം, ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു: നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറെ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മദ്യാസക്തിയാണോ നിങ്ങളെ തകർക്കുന്നത്? കുടുംബ തകർച്ചയാണോ നിങ്ങളുടെ മുമ്പിലെ വലിയ വിഷയം? കടഭാരമാണോ നിങ്ങളെ വല്ലാതെ ആകുലപ്പെടുത്തുന്നത്? നാളെ എങ്ങനെ ജീവിക്കുമെന്നുള്ള ആശങ്കയാണോ? ഞങ്ങൾ നിങ്ങളോട് സധൈര്യം പറയട്ടെ, ഈ യേശുവിന് നിങ്ങളെ സ്വതന്ത്രമാക്കാൻ കഴിയും. ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. യെശയ്യാവ് പടിനിമിത്തിലെ ഒരു പ്രവാചകനാണ് യെശയ്യാവ്. 53-ാം അധ്യായം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പ്രവാചക ശ്രേഷ്ഠനായ യെശയ്യാവ് ഇങ്ങനെ എഴുതി: എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അല്പസമയത്തിന് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമയം ഭാരതത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ബ്രിട്ടീഷ് സൈന്യം ആ രാജ്യത്തെ ദേശസ്നേഹികളായ സമരക്കാരെ, നേതാക്കന്മാരെ പിടികൂടാൻ തന്ത്രപൂർവ്വം എത്തി. അവരെത്തിയ സമയത്ത് ആ രാജ്യത്തെ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ, ഒരു വിദ്യാർത്ഥി, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ തന്റെ രോഷം വളരെയധികം വർദ്ധിച്ച നിമിത്തം ബ്രിട്ടീഷുകാർ കാണെ രാജ്യത്തിന്റെ പതാക ഉയർത്തുവാൻ താൻ തീരുമാനിച്ചു. പക്ഷെ ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് തോന്നിയത് ഇത് തങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമായി തോന്നി. തങ്ങളുടെ അധീനതയിൽ നിൽക്കുന്ന ഈ ജനം തങ്ങൾക്കെതിരെ പോരാടാൻ തയ്യാറായതുപോലെ അവർക്ക് തോന്നി. അതുകൊണ്ട് അവർ ആ ചെറു ബാലനെ പിടിച്ച് ജയിലിലാക്കാൻ ശ്രമിച്ചു. ഈ ബാലനെ പിടിച്ചുകൊണ്ടുപോകാൻ ബ്രിട്ടീഷ് പട്ടാളം ശ്രമിക്കുന്നത് കണ്ടിട്ട് ആ ഗ്രാമത്തിലെ ഒരു മുതിർന്നയാള്, ഒരു വൃദ്ധനായ വ്യക്തി മുൻപോട്ട് ചെന്ന് പട്ടാളക്കാരോട് പറഞ്ഞു: ഈ പതാക എന്റേതാണ്, ഞാൻ പറഞ്ഞിട്ടാണ് ഇവൻ പതാക ഉയർത്തിയത്, ഇവൻ ബാലനാണ്, ഇവൻ ഒന്നും അറിയില്ല, ഇവനെ വെറുതെ വിട്ടിട്ട് പകരം എന്നെ അറസ്റ്റ് ചെയ്യൂ, അവൻ വെറും കുട്ടിയാണ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. നാളുകൾ ചെറുത് കഴിഞ്ഞു. ഈ വൃദ്ധനായ വ്യക്തി ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങൾക്കിടയിൽ താനെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. സ്വതന്ത്രനാകാൻ തനിക്ക് കഴിഞ്ഞില്ല.
വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അന്നത്തെ ആ ബാലൻ വളർന്ന് ദേശസ്നേഹിയായി മാറി. 1942 ഈ സംഭവം നടക്കുന്നത്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഭാരതം സ്വതന്ത്രമായ ദിവസം ആ വ്യക്തി തന്റെ വീട്ടുമുറ്റത്ത് വീണ്ടും പതാക ഉയർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് എനിക്ക് പതാക ഉയർത്താൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരിക്കൽ ഞാൻ പതാക ഉയർത്തി, അന്ന് ഞാൻ ഈ ബ്രിട്ടീഷുകാരുടെ കയ്യാൽ മരിക്കേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ അറിയാത്ത ഒരു വൃദ്ധൻ എനിക്ക് പകരം ജയിലിൽ പോയതുകൊണ്ട് ഞാനിന്നും സ്വതന്ത്രനായി ഇരിക്കുന്നു. ആ ബാലന്റെ കഥയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ പാപത്തിന് അടിമപ്പെട്ടവരായിരുന്നു, ഞങ്ങൾ ദുസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടവരായിരുന്നു, ഞങ്ങൾ ദൈവത്തെ അറിയാത്തവരായി ജീവിച്ചവരായിരുന്നു, ഞങ്ങൾ മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു, നരകശിക്ഷയ്ക്ക് യോഗ്യരായിരുന്നു. ജീവിക്കാൻ യാതൊരു സ്വാതന്ത്ര്യവും യാതൊരു അവകാശവും ഞങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ പാപത്തിന്റെ പകരമായി ഞങ്ങൾ ചുമക്കേണ്ട പാപത്തിന്റെ ഭാരം, ഞങ്ങളുടെ ശിക്ഷ ഒരാൾ ഏറ്റെടുത്തു. അവൻ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ യാഗമായി മാറി. അവൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. അത് യേശുവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്. ഉറക്കെ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു ജീവിക്കുന്നു. മരണത്തെ ജയിച്ചവനായി ജീവിക്കുന്നു. അവൻ രാജാവായി വേഗം വരുന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ആത്മീക സ്വാതന്ത്ര്യം യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. നാം അനുഭവിക്കുന്ന ദേശ സ്വാതന്ത്ര്യം ദേശസ്നേഹികളുടെ രക്തത്തിന്റെ വിലയാണെങ്കിൽ, ജീവന്റെ വില യേശുവാണ് കൊടുത്തത്. പ്രാണന്റെ വില യേശുവാണ് കൊടുത്തത്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് രാജ്യമെമ്പാടും നമ്മൾ ത്രിവർണ്ണ പതാക ഉയർത്തി രാജ്യസ്നേഹത്തെ സ്മരിച്ചു. രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലി കൊടുത്ത ലക്ഷക്കണക്കിന് സമരഭടന്മാരുടെ സേവനങ്ങളെ നമ്മൾ നന്ദിയോടെ ഓർത്തു. ബലിദാനികളെ നമ്മൾ നന്ദിയോടെ ഓർത്തു. ഇന്ന് രാത്രി ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാണൻ തന്ന യേശുവിനെ. കാൽവരിയിൽ അവിടുന്ന് കൊടുത്ത രക്തത്തിന്റെ വിലയാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പ് എന്ന് ഞങ്ങൾ ഇവിടെ പരസ്യമായി പ്രസ്താവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വാസ്തവമായി സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഈ സ്വാതന്ത്ര്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, യേശുവേ, ഞാൻ സ്വതന്ത്ര ഭാരതത്തിലാണ് ജനിച്ചത്, പക്ഷെ ഞാൻ ഇന്നും സ്വതന്ത്രനല്ല. യേശുവേ, ഞാൻ ജനിച്ചത് ഈ കേരളത്തിലാണ്, പക്ഷേ മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, സാമൂഹിക കുടുംബ തകർച്ചകളുടെ, അസമാധാനത്തിന്റെ ബന്ധനങ്ങൾ എന്നെ വല്ലാതെ നശിപ്പിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറയെ നശിപ്പിക്കുന്നുണ്ട്. എനിക്ക് സ്വാതന്ത്ര്യം വേണം. പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, കടഭാരത്തിൽ നിന്ന്, ദുസ്വഭാവത്തിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. യേശുവേ, അങ്ങ് രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ അടുക്കിലേക്ക് വരണമേ, എന്നെ സംരക്ഷിക്കണമേ, എന്നെ നയിക്കണമേ, എന്നോടൊപ്പം ഇരിക്കണമേ എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യേശു കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരും. ഇന്ന് ഈ 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സന്തോഷ അവസരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനമായ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ കരുനാഗപ്പള്ളി മേഖലയുടെ എല്ലാവിധ സ്വാതന്ത്ര്യ ദിനാശംസകളും നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തുവിനോടുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചു കളയുന്ന സ്നേഹിത, അന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചു കളയുന്ന സ്നേഹിത, പുകവലിച്ചും കള്ളടിച്ചും ഗഞ്ചനടിച്ചും രാത്രിയെല്ലാം ഓടയിൽ കിടന്നും കുടുംബം പൊട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം പൊട്ടിച്ചോറാക്കല്ലേ, കുടുംബം പൊട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം പൊട്ടിച്ചോറാക്കല്ലേ.
കാശെല്ലാം കൂത്തടിച്ച് കളയുന്ന സ്നേഹിത, പുകവലിച്ചും കള്ളടിച്ചും ഗഞ്ചനടിച്ചും രാത്രിയെല്ലാം ഓടയിൽ കിടന്നും ടിച്ചും ഗഞ്ചനടിച്ചും രാത്രിയെല്ലാം ഓടയിൽ കിടന്നും കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. ഈ ജീവിതം അത് വിലയുള്ളതാ, ഭൂമിയിൽ ജന്മം ലഭിച്ചതും ഈ ജീവിതം അത് വിലയുള്ളതാ, ഭൂമിയിൽ ജന്മം ലഭിച്ചതും കാൽവരിയിൽ യേശു യാഗമായതും ജീവിത പദ്ധതിയാണു സോദര. പാപങ്ങളേറ്റു ചൊല്ലി അണഞ്ഞിടുക, യേശുവെ രക്ഷകനായി സ്വീകരിക്കുക. മുഴുപാപവും പോക്കി നിന്നെ ശുദ്ധനാക്കിടും ഒരു പുത്തൻ ജീവിതം യേശു തന്നിടും. മുഴുപാപവും പോക്കി നിന്നെ ശുദ്ധനാക്കിടും ഒരു പുത്തൻ ജീവിതം യേശു തന്നിടും. അന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം കൂത്തടിച്ചു കളയുന്ന സ്നേഹിത, അന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം കൂത്തടിച്ചു കളയുന്ന സ്നേഹിത, പുകവലിച്ചും കള്ളടിച്ചും ഗഞ്ചനടിച്ചും രാത്രിയെല്ലാം ഓടയിൽ കിടന്നും കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായി ഒന്നുമില്ല, സർവതും നിന്ദാനം. സ്വസ്ഥമായി ഉറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായ ഫലമെവിടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്രങ്ങൾ ആകുന്നാലും ശത്രുക്കൾ നേരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങൻ മുൻപേ പോയാ ഫലമെവിടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ.
നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. Praise the Lord. Praise the Lord. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ടീമിന്റെ ട്രഷററായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോൺ ടി മാത്യു മുന്നോട്ട് വന്ന് ഒരു വാക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയും. അതിനുശേഷം ഇവാഞ്ചലിസം കമ്മിറ്റിയുടെ കമ്മിറ്റി അംഗമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോൺസ് പാസ്റ്റർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഈ വൈകുന്നേര സമയം ദൈവോധനം ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഈ നാട്ടിലെ ജനത്തെ വഴിയോര കച്ചവടക്കാർക്ക് മറ്റ് പ്രിയപ്പെട്ടവർക്ക് ദൈവ അവസരം കൊടുത്തു. മദ്യ അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തു. അപ്പോൾ തന്നെ മദ്യവർജനത്തിൽ നിന്നുള്ള വിമുക്തി നേടേണ്ട ആവശ്യകതകളെയും കുറിച്ചും കർത്താവിന്റെ ദാസൻ ജോണി അദ്ദേഹം അത് പറയുവാൻ തക്കവണ്ണം ഇടയായല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവാഞ്ചലിസം ടീമിന്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ കടന്നു വന്ന് പാട്ടുപാടി സഹായിച്ച നമ്മുടെ സഹോദരിമാരുണ്ട്, ടീം അംഗങ്ങളുണ്ട്, അവർക്കെല്ലാം നന്ദി പറയുകയാണ്. പ്രത്യേകാലി ഇൻസ്ട്രുമെൻ്റ് വായിക്കുകയും അന്നൊക്കെ വാൻ തന്ന് അമ്മേൻ സ്പീക്കറോടുകൂടി അതിലെ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കി. അങ്ങനെ പ്രിയപ്പെട്ടവർക്കും ഉള്ള നന്ദി പ്രത്യേകാൽ ഇവാഞ്ചലിസം ടീമിൻ്റെ പേരിൽ പ്രത്യേകം അറിയിക്കുകയാണ്. നാട്ടിലെല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഭാരതത്തിൻ്റെ 79ാമത് ആശംസകളും സ്വാതന്ത്ര്യദിന ആശംസകളും അറിയിച്ച് ഞാൻ ഇവിടെ വിരമിക്കട്ടെ. സഹൃദരായി കേട്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, നല്ല വൈകിയ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ പകൽ, ഈ വൈകിയ സമയം ഞങ്ങൾക്ക് ഈ കരുനാഗപ്പള്ളിയുടെ ടൗണിൽ നിന്നുകൊണ്ട് യേശു കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. അനേക പ്രിയപ്പെട്ടവർ സ്വാതന്ത്ര്യമില്ലാതെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും അവരുടെ ജീവിതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാതെ, അവരുടെ അനുഭവങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാതെ പാപത്തിൻ്റെ അഗാധത്തിൽ കിടക്കുന്ന അനേകർക്ക് യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇന്ന് സവക്ഷരം ഈ ദേശത്തോട്, ഈ പ്രിയപ്പെട്ടവരോട്, ഈ ജനതയിൽ നിന്ന് സംസാരിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവെ, വിലപ്പെട്ട വചനത്തിൻ്റെ ദൂതുകൾ പറയുവാൻ കർത്തദാസനെ അവിടുന്ന് ഉപയോഗിച്ചതിനായി സ്തോത്രം. ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കായി സ്തോത്രം. സെക്ഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി, ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായി ഈ വചനം ശ്രദ്ധിച്ച നല്ലവരായ വ്യാപാര വ്യവസായികൾ, ഓട്ടോ തൊഴിലാളി യൂണിയൻ തൊഴിലാളികൾ, അങ്ങനെ വിവിധമായ തൊഴിലുകളിൽ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കണമേ. അവർ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിപ്പാൻ, യേശു ക്രിസ്തുവിലൂടെയുള്ള പാവമോചനം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൈക്കിന് സൗണ്ടിനെല്ലാം കർത്താവ് നിയന്ത്രിച്ചല്ലോ. ഗാനങ്ങൾ ആലോചിപ്പാൻ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൃപ കൊടുത്തല്ലോ. എല്ലാറ്റിനും പേര് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ശുശ്രൂഷകളെല്ലാം ദൈവം ആദരിച്ചു. ഞങ്ങൾ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്നു. പിരിയാത്ത ദൈവ സാന്നിധ്യ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കും. പ്രാർത്ഥനകൾ അങ്ങ് കേട്ടതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും കാവലും കൂട്ടായവയും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും എല്ലാം കടന്നു വന്ന എല്ലാ ദൈവജനത്തിൻ്റെ മേലും പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. താങ്ക് യു.